കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ഡൽഹിയിൽ വെച്ച് നടത്തിയ ആ കൂടിക്കാഴ്ച ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാകെ വലിയ തരത്തിലുള്ള പുകയിലുണ്ടാക്കിയിരിക്കുകയാണല്ലോ. ഏത് കാന്തപുരം വിഷയം എടുത്താലും അതൊരു വലിയ ചർച്ചയാകുന്നത് നമ്മൾ എപ്പോഴും കാണുന്നതാണ്. ഈ കൂടിക്കാഴ്ചയെ പറ്റി പലരും പല രീതിയിലാണ് പറഞ്ഞു നടക്കുന്നത്. പ്രധാനമന്ത്രി കണ്ടതിലൂടെ കാന്തപുരം ഉസ്താദ് തന്റെ നിലപാടുകൾ മാറ്റിയോ അതോ ഇനി BJPയുമായി കൂട്ടുകൂടാനുള്ള ഒരു നീക്കമാണോ ഇത് എന്നൊക്കെയാണ് പലരുടെയും പ്രധാന സംശയവും ചർച്ചകളും. യഥാർത്ഥത്തിൽ ഇതിനെ രണ്ട് ചേരിയിലായിട്ടാണ് എല്ലാവരും കാണുന്നത്. ഒരു വിഭാഗം പറയുന്നത് BJPയെ ഭയപ്പെട്ടോ അല്ലെങ്കിൽ ED പോലുള്ള കേന്ദ്ര ഏജൻസികളെ പേടിച്ചോ ആണ് ഉസ്താദ് ഈ ചർച്ചയ്ക്ക് തയ്യാറായത് എന്നാണ്. എന്നാൽ മറ്റൊരു വിഭാഗം ഇതിനെ കാണുന്നത് രാജ്യത്തെ ഒരു വലിയ സമുദായ നേതാവ് ഭരണാധികാരിയുമായി നടത്തിയ അല്ലെങ്കിൽ നടത്തുന്ന ജനാധിപത്യപരമായ ഒരു കൂടിക്കാഴ്ചയായിട്ടാണ്. സാധാരണഗതിയിൽ ഇത്തരം കൂടിക്കാഴ്ചകൾ നടക്കുമ്പോൾ ഉണ്ടാകാറുള്ള എല്ലാ വിവാദങ്ങളും ഇവിടെയും ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇതിനെല്ലാം മറുപടിയായി കാന്തപുരം ഉസ്താദ് പറഞ്ഞത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഭാരതത്തിൽ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ യാതൊരു പ്രയാസവുമില്ലെന്നും വളരെ സമാധാനപരമായ അന്തരീക്ഷമാണ് ഇവിടെയുള്ളതെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യയുടെ മുന്നേറ്റത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമാണ് തങ്ങൾ സംസാരിച്ചതെന്നും മറ്റ് യാതൊരു പദ്ധതികളോ ആശങ്കകളോ തനിക്ക് മോദിയോട് പറയാനില്ലായിരുന്നുവെന്നും അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രസ്താവന കേട്ടതോടെ പലർക്കും വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുമുണ്ട്. സമുദായത്തെ പേടിപ്പിക്കാനല്ല, മറിച്ച് ആത്മവിശ്വാസം നൽകാനാണ് അദ്ദേഹം ശ്രമിച്ചതല്ല. നമ്മുടെ നാട്ടിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്ന് അല്ലെങ്കിൽ എന്ത് ചെയ്താലും അതിന് കുറ്റം കണ്ടുപിടിക്കാൻ ഒരു വലിയ സംഘം തന്നെ ഉണ്ടാകും, അല്ലെങ്കിൽ വലിയൊരു വിഭാഗം ആൾക്കാർ എന്നും ഉണ്ടാകാറുണ്ട്. ഈ കൂടിക്കാഴ്ച നടന്ന വാർത്ത വന്നതോടെ ഒരുപാട് പേർക്ക് നമ്മൾ ഈ നാടൻ ഭാഷയിൽ പറയുന്ന പോലെ കുരുപൊട്ടുന്നൊരു അവസ്ഥ ഉണ്ടായിട്ടുമുണ്ട്. അതിന് പിന്നിൽ പല കാരണങ്ങളുമുണ്ട്. ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരുപാട് ആരാധനയുള്ളതുപോലെ തന്നെ വലിയൊരു വിഭാഗം ശത്രുക്കളുമുണ്ട്. അദ്ദേഹത്തെ സൈബർ ഇടങ്ങളിൽ വേട്ടയാടാൻ വേണ്ടി മാത്രം ഇറങ്ങിത്തിരിച്ച ചില ആളുകളുമുണ്ട്. അദ്ദേഹം എന്ത് പറഞ്ഞാലും അതിനിടയിൽ വന്ന് ചീത്ത വിളിക്കുക, അദ്ദേഹത്തെ അവഹേളിക്കുക എന്നത് ഒരു ശീലമായി മാറിയിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യമില്ലെന്നും അനുയായികളില്ല എന്നും തുടങ്ങി തട്ടിപ്പുകാരനാണെന്ന് വരെ പറയാൻ ഇവർക്ക് യാതൊരു മടിയും ഉണ്ടാകാറില്ല. പക്ഷേ സത്യം പറഞ്ഞാൽ ഇത്തരം സൈബർ ആക്രമണങ്ങൾ കാന്തപുരം മുസ്ലിയാരെ സംബന്ധിച്ചൊരു പുതിയ കാര്യമൊന്നുമല്ല. പതിറ്റാണ്ടുകളായി അദ്ദേഹം ഇത്തരം വേട്ടയാടുകളെ അതിജീവിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ തവണ അധിക്ഷേപിക്കുമ്പോഴും അദ്ദേഹം കൂടുതൽ കരുത്തനായി തിരിച്ചു വരുന്നതാണ് നാം കണ്ടിട്ടുള്ളത്. കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ മർക്കസ് നോളസിറ്റി തുടങ്ങിയ സമയത്ത് എന്തൊക്കെ വേളകൾ ഉണ്ടായിരുന്നെന്ന് ഇവിടെ ഉണ്ടായിരുന്നു നമുക്കറിയുന്നതാണ്. അന്ന് പലരും അത് നടക്കില്ലെന്ന് പറഞ്ഞ് കളിയാക്കുകയും ചെയ്തു. അത് വെറും മണൽ കൊട്ടാരമാണെന്ന് പറഞ്ഞവർ വരെ ഇന്നുണ്ടാകുന്നുണ്ട്. പക്ഷേ ഇന്ന് ഇന്ത്യയുടെ തന്നെ അഭിമാനമായി ആ സ്ഥാപനം തലയുയർത്തി നിൽക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ നിൽക്കുന്നുണ്ടെന്ന് തന്നെയാണ് ഉത്തരം. അവിടെ ഗംഭീരമായി കാര്യങ്ങൾ നടക്കുന്നുമുണ്ട്. അന്ന് എതിർത്തവർ പോലും ഇന്ന് അവിടെ ചെന്ന് ഫോട്ടോ എടുക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നതുമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇദ്ദേഹത്തിൽ നിന്ന് സംസാരിക്കുക എന്നുള്ളത് പലർക്കും ഒരു ഉപജീവന മാർഗം പോലെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അത്തരക്കാർ തന്നെയാണ് ഇപ്പോഴും ഈ കൂടിക്കാഴ്ചയെ മോശമായി ചിത്രീകരിക്കാൻ നോക്കുന്നതും. ഉസ്താദിന്റെ വളർച്ചയിൽ അസൂയ കൊണ്ടവർക്ക് ഈ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച അത്ര പെട്ടെന്ന് ദഹിക്കുന്നതല്ല, ദഹിച്ചിട്ടുമില്ല. ലോകമെമ്പാടുമുള്ള മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ ഇത്രയും വലിയൊരു സ്ഥാനം അദ്ദേഹത്തിന് കിട്ടിയത് വെറുതെ ഒന്നുമല്ല, അത് കഠിനാധ്വാനം കൊണ്ട് നേടിയെടുത്താണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ചീത്തവിളികൾ അദ്ദേഹത്തെ ബാധിക്കുന്ന കാര്യവുമല്ല. കാന്തപുരം ഉസ്താദ് പ്രധാനമന്ത്രി കണ്ടതിനെ രാഷ്ട്രീയപരമായി നോക്കുമ്പോൾ കുറച്ചുകൂടി ഗൗരവത്തോടെ കാണേണ്ട കാര്യം കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഡൽഹിയിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ സാമൂഹികം, മാനുഷികം, വിദ്യാഭ്യാസം, വികസനം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. വെറുതെ ചായ കുടിച്ചിട്ട് പിരിയുകയല്ല അദ്ദേഹം ചെയ്തത്. ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമത്തെക്കുറിച്ചും അന്താരാഷ്ട്ര വിഷയങ്ങളെക്കുറിച്ചും വരെ ചർച്ചകൾ നടന്നിട്ടുണ്ട്. പലപ്പോഴും ഭരണകൂടങ്ങൾ ന്യൂനപക്ഷങ്ങളെ മറന്നു പോകുമ്പോൾ അത് ഓർമ്മിപ്പിക്കാൻ ഇതുപോലെയുള്ള നേതാക്കൾ വേണം താനും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഉസ്താദ് നേരത്തെ നടത്തിയ മനുഷ്യർക്കൊപ്പം എന്ന യാത്രക്കിടയിൽ ജനങ്ങൾ പറഞ്ഞ പരാതികളും ആവശ്യങ്ങളും അദ്ദേഹം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആയിരക്കണക്കിന് ആളുകളെ നേരിട്ട് കണ്ടപ്പോൾ അവർ പങ്കുവച്ച വേദനകൾ രാജ്യത്തെ ഏറ്റവും വലിയ ഭരണാധികാരിയുടെ മുന്നിലെത്തിക്കാൻ ഉസ്താദ് കാണിച്ച ആ മനസ്സ് നമ്മൾ കാണാതെ പോകരുത്. വിശുദ്ധ റമദാൻ സന്ദേശം കൈമാറുന്നതിനൊപ്പം തന്നെ ജമിയത്തുൽ ഉലമയുടെയും മർക്കസിന്റെയും പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ യശസ് ഉയർത്താനാണെന്നും മോദി പ്രശംസിച്ചു എന്നുള്ളതും വലിയൊരു കാര്യം കൂടിയാണ്. സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ പലപ്പോഴും സംശയത്തോടെ നോക്കുന്ന ഒരു വ്യക്തിത്വത്തെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് അഭിനന്ദിക്കുമ്പോൾ അത് ഉസ്താദിന്റെ വിമർശകർക്കുള്ള കൃത്യമായ മറുപടി കൂടിയാണ്. മുസ്ലിം സമുദായത്തിനുള്ളിൽ തന്നെ ഒരു വിഭാഗം അദ്ദേഹത്തിനെതിരെ നിൽക്കുമ്പോൾ പ്രധാനമന്ത്രി നൽകിയ ഈ അംഗീകാരം ചില്ലറ കാര്യമൊന്നുമല്ല. ഇത് സത്യത്തിൽ സമുദായത്തിന് കിട്ടിയ വലിയൊരു അംഗീകാരം കൂടിയാണ്. ഇനി ഈ കൂടിക്കാഴ്ചയെപ്പറ്റി പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് ഇദ്ദേഹത്തിന് EDയെ പേടി എന്നുള്ളതാണ്. EDയെ പേടിച്ചിട്ടാണ് ഉസ്താദ് മോദിയുടെ കാല് പിടിക്കാൻ പോയതെന്ന് പറയുന്നവർ ഒന്ന് ചിന്തിച്ചു നോക്കേണ്ട കാര്യം കൂടിയുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരാൾക്ക് കൂടിക്കാഴ്ചയ്ക്ക് സമയം നൽകുന്നുവെങ്കിൽ അതിനർത്ഥം ആ വ്യക്തി അത്രയും പ്രാധാന്യമുള്ള ഒരാളാണ് എന്നുള്ളത് തന്നെയാണ്. പ്രധാനമന്ത്രിയുടെ ഒരു മിനിറ്റ് പോലും വളരെ വിലപ്പെട്ടതാണ്. അങ്ങനെ ഇരിക്കെ രാജ്യത്തെ പ്രധാനമന്ത്രി നേരിട്ടൊരു സിറ്റിംഗിൽ ഇരിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ അവിടെ കാന്തപുരം ഉസ്താദിന്റെ വ്യക്തിത്വത്തിനാണ് അംഗീകാരം ലഭിക്കുന്നത്. അദ്ദേഹത്തെ അഡ്രസ്സ് ചെയ്യാൻ മാത്രം പ്രധാനമന്ത്രി തയ്യാറായി എന്നതിനർത്ഥം അദ്ദേഹത്തിന്റെ കഴിവും സ്വാധീനവും കേന്ദ്ര സർക്കാർ തിരിച്ചറിയുന്നു എന്നുള്ളത് തന്നെയാണ്.
ഉസ്താദിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള അന്വേഷണങ്ങളോ പരാതികളോ നിലവിലുണ്ടോ എന്ന് വിമർശകരൊന്ന് പരിശോധിക്കുകയും വേണം, അല്ലെങ്കിൽ അതൊന്ന് പറഞ്ഞു തരികയും വേണം. അങ്ങനെയെങ്കിൽ പ്രധാനമന്ത്രി ഒരു കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്ന് കൂടി ചിന്തിക്കണം. ഏതെങ്കിലും കേസിൽ കൊടുക്കാൻ പോകുന്ന ഒരാളെ മോദി നേരിട്ട് കാണുമോ എന്ന് കൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി കാണുമ്പോഴോ ഉപഹാരങ്ങൾ കൈമാറുമ്പോഴോ ഇല്ലാത്ത എന്ത് പ്രശ്നമാണ് ഇവിടെയുള്ളതെന്ന് കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഭരണാധികാരിയെ കാണുന്നത് ഒരു കുറ്റമായി കാണുന്നത് മണ്ടത്തരം തന്നെയാണ്. രാജ്യത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങൾക്ക് വേണ്ടി പ്രധാനമന്ത്രി സമുദായ നേതാക്കളെ കാണുന്നത് സ്വാഭാവികമായ ഒരു കാര്യം കൂടിയാണ്. അതിനെ പേടിച്ചു പോയെന്നാണ് പറയുന്നതെങ്കിൽ അത് വെറും വിവരക്കേട് മാത്രമാണ്. ഇതിനെതിരെ സംസാരിക്കുന്നവർ സത്യത്തിൽ ഉസ്താദിന്റെ വളർച്ച കണ്ട് പേടിച്ചിരിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. കാന്തപുരം ഉസ്താദിന് കിട്ടുന്ന ഈ സ്വീകാര്യത ഒരുപാട് പേർക്ക് അസ്വസ്ഥത കൂടി ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അവർ അസ്വസ്ഥമായിട്ടുമുണ്ട്. ജമിയത്തുൽ ഉലമയുടെയും മർക്കസിന്റെയും പ്രവർത്തനങ്ങൾ ആഗോളതലത്തിൽ ഇന്ത്യയുടെ പേര് ഉയർത്തുന്നെന്ന് പ്രധാനമന്ത്രി പ്രസംഗിക്കുമ്പോൾ ഇവിടുത്തെ സംഘപരിവാർക്കാർക്ക് പോലും അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടാകും. സോഷ്യൽ മീഡിയയിൽ ഉസ്താദിനെ ചീത്ത വിളിക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ രണ്ട് കൂട്ടരുമുണ്ട്. കാന്തപുരം മുസ്ലിയാർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിത്വത്തെ കാണാൻ മോദിക്ക് സാധിച്ചുവെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അത്രത്തോളം വലുതായത് കൊണ്ട് തന്നെയാണെന്ന് കൂടി ഇവിടെ പറയേണ്ടിയിരിക്കുന്നു. ഇതിലൊരു രാഷ്ട്രീയ സാഹചര്യം കൂടി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ സുന്നി വിഭാഗം നേതാവാണ് കാന്തപുരം എന്ന് പറയുന്നത്. സമീപകാലത്ത് വഖഫ് വിഷയത്തിലും CAA വിഷയത്തിലുമൊക്കെ സംസ്ഥാന സർക്കാരുമായി സുന്നി വിഭാഗം അല്പം അകൽച്ചയിലുമാണ്. ഈ ഒരു അവസരം മുതലെടുത്ത് BJP ഈ കൂടിക്കാഴ്ചയെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കാൻ നോക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ രാജ്യം മുഴുവൻ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന പ്രചരണം ശരിയല്ലെന്നാണ് ഉസ്താദ് പറയുന്നത്. ഇന്ത്യ വർഗീയവാദികൾ ഉണ്ടാക്കിയ രാജ്യമല്ല. ഇവിടെ മതനിരപേക്ഷതയുണ്ട്, ചിലയിടങ്ങളിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ രാജ്യം മുഴുവൻ മോശമാണെന്ന് പറയുന്നത് തെറ്റുകൂടിയാണ്. ഈ ഒരു പക്വതയുള്ള നിലപാടാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് സമുദായത്തിന് വലിയ ധൈര്യം നൽകുന്ന കാര്യം കൂടിയാണ്. ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താൻ BJP ശ്രമിക്കുന്നുണ്ടാകാം, അത് അവരുടെ രാഷ്ട്രീയം മാത്രമാണ്. പക്ഷേ അതിൻ്റെ പേരിൽ ഒരു സമുദായ നേതാവ് പ്രധാനമന്ത്രിയെ കാണാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും അവരുടെ അജണ്ടകൾ ഉണ്ടാകും. പക്ഷേ ജനങ്ങളെ നയിക്കുന്നവർക്ക് എല്ലാവരോടും സംസാരിക്കേണ്ടി വരും. ഉസ്താദിനെ കപടനാണയമെന്ന് വിളിക്കുന്നവർക്ക് കിട്ടിയ വലിയൊരു തിരിച്ചടി കൂടിയാണത്. ഇവിടുത്തെ പ്രാദേശിക BJP പ്രവർത്തകർക്ക് പോലും ഈ കൂടിക്കാഴ്ച വലിയൊരു ക്ഷീണമാണ് നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ വലിയൊരു പ്രശ്നങ്ങളാണ് അവർക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം അവർ മോശമായി ചിത്രീകരിച്ചിരുന്ന ഒരു വ്യക്തിയെ അവരുടെ ഏറ്റവും വലിയ നേതാവായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പുകഴ്ത്തി പറഞ്ഞിരിക്കുകയാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇനി എന്ത് പറഞ്ഞ് അദ്ദേഹത്തെ അവഹേളിക്കുമെന്ന് ഓർത്താണ് അവർ ഇപ്പോൾ തലപോയിക്കുന്നത്. പ്രധാനമന്ത്രി പോലും അദ്ദേഹത്തെ അംഗീകരിച്ചതോടെ വിമർശകരുടെ വായ കൂടി അടഞ്ഞിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു കൂടിക്കാഴ്ച കൊണ്ട് ഒരുപാട് പേരുടെ ഉറക്കമെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഉസ്താദ് ഇതൊന്നും കാര്യമാക്കുന്നില്ല. അദ്ദേഹം തന്റെ ലക്ഷ്യങ്ങളുമായി മുന്നോട്ട് പോകുക കൂടിയാണ്. രാജ്യത്തെ മുഴുവൻ ജനവിഭാഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ അദ്ദേഹം തുടർന്നുകൊണ്ടേയിരിക്കുകയും ചെയ്യുമെന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആൾക്കാർ പറഞ്ഞു വെക്കുന്നത്. നാളെ മുതൽ ഉസ്താദ് BJPക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ ഇറങ്ങുമെന്ന് കരുതുന്നവരെല്ലാം വിഡ്ഢികൾ കൂടിയാണ്. കാരണം അദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും, അദ്ദേഹം എപ്പോഴും സാധാരണക്കാരുടെ പക്ഷത്താണ് നിന്നിട്ടുള്ളത്. അദ്ദേഹം എപ്പോഴും മനുഷ്യത്വപരമായ കാര്യങ്ങളിലും വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിലും മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളതും. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അദ്ദേഹം യാതൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. നിമിഷപ്രയുടെ കാര്യത്തിൽ അദ്ദേഹം എടുത്ത നിലപാടുകൾ നമ്മൾ കണ്ടതാണ്. നമ്മളെല്ലാം അത് വലിയ തരത്തിൽ അഭിനന്ദിച്ചതാണ്, വലിയ തരത്തിൽ ആഹ്ലാദിച്ചതാണ്. ഒരു പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം എത്രത്തോളം പരിശ്രമിച്ചുവെന്ന് അവിടെയും അദ്ദേഹം നോക്കിയത് മനുഷ്യത്വം മാത്രമാണ്. സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയും ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും ഭരണാധികാരിയെ കണ്ട ചർച്ച നടത്തിയതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് എൻ്റെ പക്ഷമെന്ന് പറയുന്നത്. അതിനെ സമുദായത്തെ വഞ്ചിച്ചു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. സ്വന്തം സമുദായത്തിന് വേണ്ടി എന്തെങ്കിലും ചോദിച്ചു വാങ്ങാൻ ഒരു നേതാവിന് ഭരണാധികാരിയെ കാണേണ്ടി വരിക തന്നെ ചെയ്യും. അത് ചെയ്യുന്നത് ഒരു തെറ്റാണെന്ന് പറയുന്നത് വിവരക്കേട് മാത്രമാണ്. തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ജനാധിപത്യപരമായ ചർച്ചകൾക്ക് വഴി തുറക്കുകയാണ് അദ്ദേഹം അവിടെ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തെ എതിർക്കുന്നവർക്ക് ഒന്നുകൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു കൂടിക്കാഴ്ച കൊണ്ട് ആർക്കാണ് ഗുണമുണ്ടായത് എന്നുള്ളതും രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പ്രധാനമന്ത്രി നേരിട്ട് കേൾക്കാൻ ഇടയായി എന്നതല്ലേ പ്രധാനമായ സത്യം. അതിനെയാണോ വിമർശിക്കേണ്ടത്? കാന്തപുരം ഉസ്താദ് എപ്പോഴും ഒരു പാലമായി നിൽക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. വിഭാഗീയതയുടെയും വിദ്വേഷത്തിൻ്റെയും ഇടയിൽ സമാധാനത്തിൻ്റെ ഒരു വാക്ക് പറയാൻ അദ്ദേഹം കാണിച്ച ആ ആർജവം നമ്മൾ കാണുകയെങ്കിലും വേണം. വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ ഇന്ത്യയുടെ പ്രതിനിധിയെ അദ്ദേഹത്തെ പലരും കാണാറുമുണ്ട്. അത്രത്തോളം വലിയൊരു അംഗീകാരമുള്ള ഒരാൾ സ്വന്തം രാജ്യത്തെ പ്രധാനമന്ത്രിയെ കാണുന്നത് വളരെ സ്വാഭാവികമായ കാര്യമാണ്. ഈ കൂടിക്കാഴ്ചയുടെ പേരിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചീത്തവിളികൾ വെറും വായിൽ വരയ്ക്കുന്ന വരകൾ പോലെയാണ് മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ വെറുതെ വായുവിൽ വരച്ചു പോകുന്ന, അല്ലെങ്കിൽ വെള്ളത്തിൽ വരച്ചു പോകുന്ന വര പോലെ മാത്രമായി പോകുന്ന സാഹചര്യമാണ്. അതിന് യാതൊരു ആയുസുമില്ല, യാതൊരു അർത്ഥവുമില്ല. ഇതിനെ വിമർശിക്കുന്നവർ എക്കാലത്തും ചരിത്രത്തിൽ തോറ്റുപോയവർ മാത്രമാണ്. കാന്തപുരം മുസ്ലിയാർ തൻ്റെ പ്രവർത്തനങ്ങളുമായി ഇനിയും മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. അദ്ദേഹത്തിൻ്റെ മർക്കസും നോളസിറ്റിയും ഇനിയും വളരുകയും ചെയ്യും. ഈ കൂടിക്കാഴ്ച അതിൻ്റെ ഗതിവേഗം കൂട്ടുകയുള്ളൂ. സമുദായത്തിൻ്റെ അന്തസ്സ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ ദൗത്യമായി തുടർന്ന് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇനിയും പറയാനുള്ളത്.